ചാവക്കാട് നഗരസഭാ ചെയർമാനായിരിക്കെ കൊല്ലപ്പെട്ട KP വത്സലന്റെ പേരിലുള്ള ഫണ്ടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പുതിയ കഥകളുണ്ടാക്കി വത്സലന്റെ മകൻ നിരഞ്ജനെ വേട്ടയാടുകയാണെന്ന് LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. രക്തസാക്ഷി ഫണ്ടിനത്തിൽ പാർട്ടി സ്വരൂപിച്ച തുക 20 വർഷം മുമ്പ് ബാങ്കിൽ നിക്ഷേപിച്ചതാണ്. പിന്നീട് ഈ തുക ഫാംഫഡ് എന്ന സഹകരണ സംഘത്തിൽ നിരഞ്ജൻ നിക്ഷേപിക്കുകയാണുണ്ടായത്. അത് പിന്നീട് തട്ടിപ്പു സംഘമാണെന്ന് തെളിയുകയും പണം തിരിച്ചു കിട്ടാത്ത സ്ഥിതിയുമുണ്ടായി. പണം തിരിച്ചു വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഫാംഫഡുമായി ബന്ധപ്പെട്ട മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കളാണ് നിരഞ്ജനെ സമീപിച്ചത്. നിരഞ്ജന്റെ നിസ്സഹായാവസ്ഥ പോലും ദുരുപയോഗം ചെയ്ത് UDF സ്ഥാനാർത്ഥിക്ക് സീറ്റുറപ്പിക്കാൻ വേണ്ടി നടത്തിയ നീക്കങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മണലൂരിൽ TN പ്രതാപന്റെ വോട്ടു കച്ചവടം കോൺഗ്രസ് BJP ഡീലിന്റെ പരസ്യമായ തെളിവാണ്. UDF സ്ഥാനാർത്ഥിയുടെ പരാജയം കോൺഗ്രസ് പ്രഖ്യാപിച്ചതിന് തുല്യമാണിതെന്നും നേതാക്കൾ ആരോപിച്ചു. LDF നേതാക്കളായ C. സുമേഷ്, TT ശിവദാസൻ, MA ഹാരിസ് ബാബു, PK രാജേശ്വരൻ എന്നിവർ പങ്കെടുത്തു. അക്കാലത്ത് സമാഹരിച്ച പണത്രയാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ അന്നത്തെ CPIM-ന്റെ ലീഡർഷിപ്പും CPM-ന്റെ ഘടകങ്ങളും പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അത് അന്നേ കാലത്ത് പിരിച്ച 24 ലക്ഷത്തിന്റെ അടുത്തുള്ള പൈസ, അത് 20 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ വത്സലന്റെ അന്ന് മകന്റെ പേരിലും, 5 ലക്ഷം രൂപ ഭാര്യയുടെ പേരിലും, 2.5 ലക്ഷം രൂപ വത്സലന്റെ അമ്മയുടെയും അച്ഛൻ്റെയും പേരിലുമാണ് നിക്ഷേപിച്ചത്. ആ നിക്ഷേപിച്ചിട്ടുള്ള നിക്ഷേപ പത്രം പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് കൈമാറിയത്. കഴിഞ്ഞ 20 വർഷം മുമ്പാണത്. അന്ന് അത്രയും വലിയൊരു തുക എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ്, ഇന്നത്തെ പോലെയല്ല. ആ തുക അന്നത്തെ സ്ഥിതിയിൽ സമാഹരിച്ച ഏതാണ്ട് മുഴുവൻ പൈസ, ബാക്കി അതിൽ 4 ലക്ഷം രൂപ അന്ന് കുത്തേറ്റ അക്ബറിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യം, മറ്റ് കേസ് വത്സലിന്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒക്കെ പരസ്യമായിട്ട് വെളിവാക്കിയതിന്റെ കണക്ക് ജനമധ്യത്തിൽ അവതരിപ്പിച്ച് ഈ പൈസ ഇന്ന ആളുടെ പേരിലിട്ട് നിക്ഷേപ പത്രം പരസ്യമായിട്ടാണ് പബ്ലിക് മീറ്റിങ്ങിലാണ് ഇത് കൈമാറിയതെന്ന് എല്ലാവർക്കും അറിയാം. 20 വർഷമായിട്ട് അഭിപ്രായ വ്യത്യാസവും എന്തെങ്കിലും വിമർശനം അതിനെതിരെ ആരും ഉയർത്തിയിട്ടില്ല. അതൊരു വസ്തുതയാണ്. ഇപ്പൊ ഗോപ്രതാപം നടത്തുന്നത് ഈ കൊലപാതകം ഇപ്പോഴും തിരിഞ്ഞു നിന്ന് കുത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം അത് ഞങ്ങൾ നേരത്തെ പറയുണ്ടായി. 2006 ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തത് മുസ്ലിം ലീഗ് ഗുണ്ടകളെ അയച്ചത് അന്നത്തെ മുസ്ലിം ലീഗ് UDF നേതൃത്വമാണ്.